ഹായ് ഫ്രണ്ട്സ്, വിജീസ് ഗാർഡൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വർണ്ണവൈവിധ്യം കൊണ്ട് മനം കവരുന്ന ജർബറ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ജർബറ ചെടി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് റീപോർട്ട് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഈ കാണുന്ന ചെടി ഞാൻ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഇതിപ്പോൾ ചട്ടി നിറഞ്ഞ് ഇപ്പോൾ കുറേ പൂവൊന്നും വരുന്നേയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ തിങ്ങി നിറഞ്ഞ്, കൂടാതെ പോട്ടിംഗ് മിക്സ്ചർ അതിന് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കതിലേക്ക് ഡയറക്റ്റ് പോട്ടിംഗ് മിക്സ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെടിയെ മോശമായി ബാധിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2-3 ചെടി ഇതിനകത്ത് ഉണ്ട്. അത് വളർച്ച ഇപ്പം മുരടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് പുറത്തൊക്കെ എടുത്തു നോക്കാം. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പതിയെ എടുക്കണം. പതിയെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേരുകളൊന്നും സംഭവിക്കാതെ നമ്മൾ ഏതെങ്കിലും പഴയ കത്തിയോ എന്തെങ്കിലും വെച്ച് നമ്മൾ അതിനെ ഇളക്കിയെടുത്ത് അതിനെ പുറത്തേക്ക് എടുക്കും. പിന്നെ അതിൻ്റെ വേരുകൾ നമുക്ക് നന്നായി അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറൊക്കെ മാറ്റി, മണ്ണൊക്കെ മാറ്റി നമുക്ക് വേരുകൾ ഇളകി പോകാതെ, അതായത് ഒടിഞ്ഞു പോകാതെ, ഇലയും അതിന് വലിയ തണ്ടൊന്നും ഇല്ലാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇല തന്നെയാണ് അതിൻ്റെ തണ്ടെന്ന് ഡയറക്റ്റ് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ അതിനോട് ബലപ്രയോഗമൊന്നും ചെയ്യാതെ അത് ഇളക്കിയെടുത്താൽ അതൊരു സെപ്പറേറ്റ് ചെടിയായി നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ കാണുന്നില്ല, ഇതിപ്പോൾ എന്തായാലും അതൊരു 3 ചെടിയുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. മണ്ണൊക്കെ തീരെ പോയി കഴിഞ്ഞാൽ നമുക്കത് ചെടി സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നല്ല പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വെറുതെ അതിൻ്റെ ഇലകളും പുതിയ ഇലകൾ വരുന്നതൊന്നും നശിപ്പിക്കാതെ ശ്രദ്ധിച്ച്. ഇപ്പോൾ ഒരു ചെടി നമുക്ക് പുറത്തേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അതിനകത്ത് ഇങ്ങനെ നമ്മൾ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. നല്ലൊരു പുതിയ ചെടി തന്നെയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ 3 ചെടികളും നമ്മൾ ശരിക്കും വേറെ ആക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇതിൽ നിന്ന് 3 ചെടി, നല്ല ഹെൽത്തിയായ 3, നല്ല മെച്ചറായ 3 ചെടികൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മളതിനായി ഒരു പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കണം. അതിനായി മണലും ചാണകപ്പൊടി, കോക്കോപീറ്റ്, ഗാർഡൻ സോയിൽ, ഇത് 4 തുല്യ അനുപാതത്തിലെടുക്കുക. ഇനി അത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി എങ്ങനെ നമ്മുടെ ചെടി നടാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചട്ടിയുടെ കാൽഭാഗത്തോളം നമ്മുടെ തയ്യാറാക്കി വെച്ച പോട്ടിംഗ് മിക്സ്ചർ നിറക്കുക. നമ്മുടെ ചെടി അതിൽ വയ്ക്കുക. അതിലേക്ക് കൂടുതൽ പോട്ടിംഗ് മിക്സ്ചർ നിറക്കുക. ഏകദേശം ഒരു 1/4 ഭാഗം ആകുമ്പോൾ നമുക്ക് ചെടി നന്നായി അതിൽ ഉറച്ച് നിൽക്കുന്ന രീതിയിൽ കിട്ടിക്കാണും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെടിയുടെ അതായത് ഇലകൾ വരുന്ന ആ സൈഡ് അവിടെ വെച്ച് തന്നെയാണ് നമുക്ക് പുതിയ പൂക്കളൊക്കെ വരുന്നത്. അത് മണ്ണിനടിയിൽ പോകാതെ പോട്ടിംഗ് മിക്സ്ചർ നിറക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ 3 ചെടികളും പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളതിൽ ചെയ്യേണ്ടത് അത് നന്നായി നനച്ചു കൊടുക്കുക. ചട്ടിയിൽ നിന്നും വെള്ളം നന്നായി വാർന്നു പോകുന്നത് വരെ നമ്മൾ നനച്ചു കൊടുക്കുക. അടിഭാഗത്തോളം എത്തണം. കൂടുതൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുക. നല്ല നീർപ്പാർച്ചയുള്ള ഒരു ചട്ടി തന്നെയായിരിക്കും നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. ഏതായാലും നമ്മുടെ ഈ ജർബറ റിപ്പോർട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.